എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 19-ാമത്തെയും 20-ാമത്തെയും സലഭഞ്ജികുമാർ പറഞ്ഞ കഥകൾ കേൾക്കാം. അടുത്ത ദിവസവും സിംഹാസനാരോഹണത്തിനായി ഭോജരാജാവ് എത്തി. 19-ാമത്തെ പടിയിൽ നിന്ന മരപ്പാവ താര ഭോജരാജാവിന് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹത്വം വിവരിച്ചു. 6 മാസക്കാലത്ത് ഒരിക്കൽ വിക്രമാദിത്യൻ ഒരു നഗരത്തിലൂടെ വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കുകയായിരുന്നു. ആ സമയം കുറേ ആളുകൾ വലിയൊരു സൗധത്തിനു മുന്നിലുള്ള തുറസായ സ്ഥലത്ത് കൂടി നിൽക്കുന്നതായി കണ്ട് അവിടേക്ക് നടന്നു. അവിടെ വലിയൊരു പാത്രത്തിൽ എന്തോ തിളച്ചുമറിയുന്നു. അതിനു ചുറ്റുമായി പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശങ്കാകുലരായി സംസാരിച്ചു നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? വിക്രമാദിത്യൻ അടുത്തുനിന്ന ആളിനോട് ചോദിച്ചു. കണ്ടില്ലേ, തിളച്ചുമറിയുന്നത് നെയ്യാണ്. അതിൽ ചാടാൻ വന്നവരാണ് ഇവരിൽ പലരും. ഇവരെന്തിന് തിളയ്ക്കുന്ന നെയ്യിൽ ചാടണം? വിക്രമാദിത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഈ നാട് ഭരിക്കുന്ന രാജാവിന് ഒരേ ഒരു പുത്രി ദേവസേന. അവൾക്കായി നൂറുകണക്കിന് ആളുകളാണ് എന്നും കൊട്ടാരത്തിൽ വിവാഹാഭ്യർത്ഥനയുമായി എത്തുന്നത്. അവരിൽ ചക്രവർത്തി കുമാരന്മാരും രാജാക്കന്മാരും വലിയ പ്രഭുക്കളും ഒക്കെയുണ്ട്. രാജാവിന് ആരെയും പിണക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു പരീക്ഷ നടത്തുകയാണ്. ഈ തിളയ്ക്കുന്ന നെയ്യിൽ ചാടിയിട്ടും ഒട്ടും പൊള്ളലേൽക്കാതെ ആരാണോ പുറത്തു വരിക അവർക്ക് രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് രാജാവ്. ഒരാഴ്ചയായി നെയ്യ് തിളച്ചു മറിയുകയാണ്. പക്ഷേ ചാടാൻ ആർക്കും ധൈര്യമില്ല. വലിയ വീരവാദം മുഴക്കുന്നവർ പോലും തിളയ്ക്കുന്ന ദ്രാവകത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് വേഗം സ്ഥലം വിടുകയാണ്. ഇപ്പോൾ രാജാവിന് മതിയായി. ഈ പരീക്ഷയിൽ ആരും ജയിച്ചില്ലെങ്കിൽ രാജകുമാരി അവിവാഹിതയായി കഴിയേണ്ടി വരുമോ എന്നാണ് രാജാവിൻ്റെ പേടി. അയാൾ വിശദമാക്കി. വിക്രമാദിത്യൻ ആ വലിയ പാത്രത്തിന് ചുറ്റും ഒന്ന് നടന്നു. അതിനുശേഷം പാത്രത്തിനുള്ളിലെ തിളയ്ക്കുന്ന ദ്രാവകത്തിലേക്ക് ഒരു ചാട്ടം കൊടുത്തു. ഈശ്വരാനുഗ്രഹം വേണ്ടുവോളമുള്ള ആയുർദൈർഘ്യത്തിൽ ഉറപ്പുള്ള വിക്രമാദിത്യ ചക്രവർത്തി അതേപോലെ പുറത്തിറങ്ങുകയും ചെയ്തു. ആളുകൾ അമ്പരന്ന് നോക്കി നിൽക്കെ രാജാവും പുത്രി ദേവസേനയും അവിടെ എത്തി. അങ്ങ് സാധാരണ വ്യക്തിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നുകിൽ ഏതോ ദേവൻ, അല്ലെങ്കിൽ ഉജ്ജയിനിയിലെ വിക്രമാദിത്യൻ. ഇവർ രണ്ടുപേരിൽ ഒരാൾക്കല്ലാതെ ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ സാഹസപ്രവൃത്തിക്ക് മുതിരാൻ കഴിയില്ല. താൻ ഉജ്ജയിനിയിലെ ചക്രവർത്തിയാണെന്ന് വിക്രമാദിത്യൻ ചെറുചിരിയോടെ പറഞ്ഞു. രാജാവിനും പുത്രിക്കും മാത്രമല്ല, ആ രാജ്യനിവാസികൾക്കാകെ ആഹ്ലാദമായി. ദേവസേന സസന്തോഷം വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഴുത്തിൽ മരണമാല്യം അണിയിച്ചു. പിന്നീട് കുറേ നാൾ വിക്രമാദിത്യൻ അവിടെ താമസിച്ചു. 6 മാസം പൂർത്തിയായാൽ ദേവസേനയെ വിധിയാവണ്ണം ഉജ്ജയിനിയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് വാക്കു നൽകി അദ്ദേഹം വീണ്ടും യാത്രയ്ക്കായി പുറപ്പെട്ടു. പല ദേശങ്ങൾ കണ്ടും പല ദേശക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചും അത്തവണത്തെ 6 മാസക്കാലം ഏതാണ്ട് പൂർത്തിയാകാറായതോടെ വിക്രമാദിത്യൻ ഉജ്ജയിനിയെ ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ അദ്ദേഹം ചേതസി ഗ്രാമത്തിലെത്തി. അവിടെ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് അവരുടെ ദീർഘകാലത്തെ സമ്പാദ്യം ചെലവ് ചെയ്ത് വലിയൊരു കുളം കുഴിച്ചു. ഭൂഗർഭജലത്തിൻ്റെ വലിയ ശേഖരം അവിടെയുണ്ടെന്നുള്ള കണക്കുകൂട്ടലിലായിരുന്നു വിശാലമായ കുളം നിർമ്മിച്ചത്. പക്ഷേ കുളം കുഴിച്ച് ഏറെ ആഴത്തിലെത്തിയിട്ടും ജലത്തിൻ്റെ നിഴലുപോലും കാണാനായില്ല. ആത്മാർത്ഥതയും അർപ്പണഭാവവും ഉള്ള ഒരു നീതിമാന്റെ രക്തം അവിടെ വീഴാതെ കുളത്തിൽ ജലം നിറയില്ല എന്നാണ് ഗ്രാമത്തിലെ പണ്ഡിതൻ പ്രവചിച്ചത്. അങ്ങനെയുള്ള ഒരാൾ ആരാണ്? താൻ നീതിമാനാണ് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ ആർക്കുണ്ട് ധൈര്യം? അഥവാ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ ഗ്രാമവാസികൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ അയാൾ തയ്യാറാകുമോ? തങ്ങളുടെ നെടുനാളത്തെ ശ്രമം വൃഥാവിലായെന്നും വെള്ളമില്ലാത്ത കുളം മൂടുക മാത്രമേ മാർഗമുള്ളൂ എന്നും ആളുകൾ കൂട്ടം ചേർന്ന് പരിതപിച്ചിരിക്കുന്ന വേളയിലാണ് വിക്രമാദിത്യ ചക്രവർത്തി അവിടെ എത്തുന്നത്. വിവരങ്ങളെല്ലാം അറിഞ്ഞ നിമിഷം അദ്ദേഹം ഒട്ടും മടിച്ചില്ല. കുളത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി നിന്ന് വാളെടുത്ത് തൻ്റെ കഴുത്തിനു നേരെ വീശി. വാൾ കഴുത്തിൽ തൊട്ടില്ല എന്നായപ്പോൾ ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അടുത്ത ക്ഷണം ആ കുളത്തിൽ ഉറവ പൊന്തി. വിക്രമാദിത്യൻ ആ ജലം കൈകൊണ്ട് കോരിയെടുത്ത് ദേവതകൾക്കും
പൂർവികർക്കുമായി തർപ്പിച്ചു. വിക്രമാദിത്യ ചക്രവർത്തിയെ ഗ്രാമവാസികൾ ഭക്തി ആദരപൂർവ്വം സ്വീകരിക്കുകയും ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിനായി നൽകുകയും ചെയ്തു. കഥ ഇത്രയുമായപ്പോൾ സാലഭഞ്ജിക ഭോജരാജാവിനോട് ചോദിച്ചു, സകല ലോകങ്ങളും ആദരിച്ച വിക്രമാദിത്യ മഹാശയൻ ലോകഹിതത്തിനും ലോകരുടെ സുഖത്തിനുമായി സ്വജീവിതം ഹോമിക്കാൻ പോലും തയ്യാറായിരുന്നു. ഇത്ര നിസ്വാർത്ഥനായ ഒരു മഹാന്റെ സിംഹാസനത്തിലാണ് അങ്ങ് കണ്ണുവച്ചിരിക്കുന്നത് എന്നോർക്കുക. സിംഹാസനാരോഹണത്തിന് അന്നും തടസ്സം നേരിട്ടതിൽ ഭോജരാജാവിന് വൈക്ലഭ്യം തെല്ലുമില്ലായിരുന്നു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ അപാര മഹത്വമോതുന്ന കഥ ഒന്നുകൂടി അറിയാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി. അടുത്ത ദിവസവും ഭോജരാജാവ് പരിവാരസമേതം സിംഹാസനാരോഹണത്തിനായി എത്തി. പടികൾ 19 കയറി മുന്നിലെത്തിയപ്പോൾ 20ാമത്തെ സാലഭഞ്ജികയായ ചന്ദ്രജ്യോതി തടസ്സവാദം ഉന്നയിക്കുകയും പിന്നീട് ഭോജരാജാവിന്റെ അഭിപ്രായം മാനിച്ച് വിക്രമാദിത്യനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറയുകയും ചെയ്തു. വിക്രമാദിത്യ ചക്രവർത്തി ഉജ്ജയിനി കേന്ദ്രമാക്കി രാജ്യഭരണം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഓരോ 6 മാസം കഴിയുമ്പോഴും അടുത്ത 6 മാസം സിംഹാസനം വെടിഞ്ഞ് ദേശസഞ്ചാരം പതിവുണ്ടായിരുന്നു എന്ന വിവരം അറിയുമല്ലോ. അങ്ങനെ ഒരു കാലം അദ്ദേഹം മറ്റൊരു രാജ്യത്തിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ വലിയൊരു വിലാപം കേട്ട് അവിടേക്ക് ശ്രദ്ധ തിരിച്ചു. ആ നാട്ടിലെ രാജാവ് അകാലത്തിൽ മരിച്ചുപോയതിൽ മനംനൊന്ത് കരയുന്ന രാജ്ഞിയെയാണ് അദ്ദേഹം കണ്ടത്. മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് അവർ സമീപത്തുള്ള ഭവാനി ദേവിയുടെ ക്ഷേത്രത്തിന് മുന്നിലെത്തി. അവരോടൊപ്പം കുറേയധികം ആളുകളും ആ വിലാപയാത്രയ്ക്ക് അകമ്പടിയായി അവിടെ വന്നു. ക്ഷേത്രത്തിന് മുന്നിലുള്ള തുറസായ സ്ഥലത്ത് വലിയൊരു അഗ്നികുണ്ഡം എരിയുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെ മൃതശരീരം ദഹിപ്പിക്കാനുള്ള പുറപ്പാടാണ് അതെന്നായിരുന്നു വിക്രമാദിത്യൻ കരുതിയത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം അഗ്നിയുടെ സമീപത്ത് വെച്ചിട്ട് ആ സ്ത്രീ ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, അമ്മേ ഭുവനേശ്വരി, എൻ്റെ നാഥനില്ലാതെ എനിക്കൊരു ജീവിതം വേണ്ട. അദ്ദേഹത്തിന് പകരം എൻ്റെ ജീവൻ എടുക്കൂ. രാജാവില്ലാതെ ഈ ദേശം അനാഥമാകരുത് എന്നൊരപേക്ഷയുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ എൻ്റെ ആത്മാഹുതിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ അങ്ങയുടെ തിരുമുന്നിൽ ഞാനിതാ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ആ സ്ത്രീ അഗ്നിക്ക് വലം വെച്ച് സ്വയം മരണത്തെ പുൽകാനൊരുങ്ങി. പെട്ടെന്ന് വിക്രമാദിത്യൻ അവിടെ എത്തി അവരെ തടഞ്ഞു. അരുത് സഹോദരി, നിങ്ങൾ ജീവിതം ഹോമിച്ച് അദ്ദേഹത്തിന് ജീവൻ നൽകിയാൽ കൂടുതൽ ദുഃഖത്തിനിടവരുത്തും. പിന്നീട് നിങ്ങളെ കൂടാതെ നിങ്ങളുടെ ഭർത്താവ് എത്ര വിഷമിക്കും എന്നോർത്തു നോക്കൂ. അതിനാൽ ഞാൻ എൻ്റെ ജീവൻ ദാനമായി നൽകാം. ജഗജ്ജനനി ഈ രാജ്യത്തെ അനുഗ്രഹിക്കട്ടെ. വിക്രമാദിത്യൻ ഇങ്ങനെ പറഞ്ഞ് ശ്രീഭദ്രയെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹത്താൽ രാജാവ് കണ്ണു തുറന്നു. രാജ്ഞിയും ജനക്കൂട്ടവും അത്ഭുതത്തോടെ അപരിചിതനെ നോക്കി നിൽക്കെ ആ കൂട്ടത്തിൽ നിന്ന് ജ്ഞാനിയായ ഒരു സന്യാസി മുന്നോട്ട് വന്ന് വിക്രമാദിത്യനെ വണങ്ങി. ഉജ്ജയിനിയിലെ മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നമസ്കാരം. അങ്ങയുടെ പ്രാർത്ഥന സഫലീകരിച്ചിരിക്കുന്നു. അങ്ങ് ആത്മാഹുതി ചെയ്യാൻ ശ്രീഭദ്ര ഒരിക്കലും അനുവദിക്കില്ല. അത്യപൂർവമായി മാത്രം ഭൂമിക്ക് ലഭിക്കാറുള്ള പുണ്യജന്മമാണ് അവിടുത്തേത്. അത് ഈ നാടിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറായ ആ മഹാമനസ്കത ഞങ്ങളുടെ രാജാവിനെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അങ്ങയോട് രാജ്ഞിയും ഈ ദേശത്തിലെ ജനങ്ങളും എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ആഗതൻ വിക്രമാദിത്യ ചക്രവർത്തിയാണ് എന്ന വിവരം രാജ്ഞിയും മറ്റുള്ളവരും അറിയുന്നത്. തനിക്ക് വേണ്ടി ജീവത്യാഗത്തിന് വരെ തയ്യാറായ വിക്രമാദിത്യനെ ആ ദേശത്തിലെ രാജാവ് പ്രണമിച്ചു. കുറച്ചുനാൾ അതിഥിയായി കൊട്ടാരത്തിൽ കഴിയണമെന്നും അദ്ദേഹം അപേക്ഷിച്ചു. ആ അപേക്ഷ മാനിച്ച് ഏതാനും ദിവസം അവിടെ കഴിഞ്ഞതിനു ശേഷം വിക്രമാദിത്യൻ തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ അദ്ദേഹം കുശപുരം എന്ന നാട്ടിലെത്തി. അവിടെയുള്ള രാജാവ് ഒരു ചൂതുകളി ഭ്രമക്കാരനായിരുന്നു. ഏതോ ദേശത്തെ കുറേ പൗരപ്രമുഖരുമായി ചൂതുകളിച്ച് അദ്ദേഹം രാജ്യത്തിലെ ഖജനാവ് വരെ പണയപ്പെടുത്തി. അതനുസരിച്ച് കൊട്ടാരവും രാജ്യത്തിലെ സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകും എന്ന നിലയിലെത്തി. രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഒരു വട്ടം കൂടി ചൂത് കളിക്കണം. അതിൽ ജയിച്ചാൽ അന്യാധീനമായ കൊട്ടാരവും ഖജനാവും തിരികെ പിടിക്കാം. പക്ഷേ രാജാവാകട്ടെ ആകെ വിഷണ്ണനായിരുന്നു. താൻ എത്ര ശ്രമിച്ചാലും അവരുമായി ചൂതുകളിച്ച് ജയിക്കാൻ പോകുന്നില്ല എന്ന് രാജാവിന് ഉറപ്പായിരുന്നു. ആ സമയത്താണ് വിക്രമാദിത്യ ചക്രവർത്തി അവിടെ എത്തുന്നത്.
അദ്ദേഹം രാജാവിനെ ചെന്നുകണ്ട് ഒരു വട്ടം കൂടി ചൂത് കളിക്കാൻ പ്രേരിപ്പിച്ചു. അതനുസരിച്ച് രാജാവിനെയും കൂട്ടി വിക്രമാദിത്യൻ ആ പൗരപ്രമുഖരെ കണ്ടു. വീണ്ടും ചൂതിന് കളമൊരുങ്ങി. എതിരാളികൾ കള്ളത്തരം കാണിക്കാതിരിക്കാൻ വേതാളത്തെ കാവൽ നിർത്തി. അദൃശ്യനായ വേതാളം അവരുടെ കള്ളത്തരങ്ങൾ അപ്പോൾ വിക്രമാദിത്യനെ അറിയിച്ചു. അതിനാൽ പഴയ രീതിയിൽ കളി എളുപ്പം തീർന്നില്ല. ചൂതിൽ അവസാനം രാജാവ് ജയിക്കുകയും പണയമായി പോയ സ്വത്തുക്കൾ വീണ്ടെടുക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ മാനം രക്ഷിച്ച വിക്രമാദിത്യനോട് രാജാവ് നന്ദി പറഞ്ഞു. മേലിൽ ചൂതുകളി പോലുള്ള വിനോദങ്ങൾക്കായി വൃഥാ സമയം കളയരുതെന്ന് ഉപദേശം നൽകി വിക്രമാദിത്യൻ ഉജ്ജയിനിലേക്ക് തിരിച്ചു. വിക്രമാദിത്യന്റെ ഉപദേശമനുസരിച്ച് മാതൃകാപരമായ ഭരണം നടത്തി ആ രാജാവ് രാജ്യത്തെ സമ്പദ് സമൃദ്ധിയിലേക്ക് ഉയർത്തി. വിക്രമാദിത്യന്റെ ജീവിതത്തിലെ 2 സംഭവങ്ങൾ പറഞ്ഞ് സാലഭഞ്ജിക തന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. അപ്പോഴേക്കും മുഹൂർത്ത സമയം കഴിഞ്ഞിരുന്നതിനാൽ ഭോജരാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി.